ഉഷാകിരണം പുൽകി പുൽകി കിരണ് വിളിച്ചിട്ട് കുറച്ചല്ല എപ്പോഴത്തെയാണ് പുൽകി എടാ എവിടെയാടാ? മച്ചാനെ വീട്ടിലാടാ. ഭാഗം വെപ്പ് ഇങ്ങനെ നടക്കുന്നോന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്, നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല. അതിനെപ്പറ്റി അത് ഒപ്പിടണ്ടായി. മൂത്ത ചേട്ടനായിരുന്നു. പുള്ളി വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് കൈ ഒടിഞ്ഞു പോയി. ഒപ്പിടാൻ പറ്റുന്നില്ല. അതായാലും നന്നായി. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് നന്നായല്ലോ. അത് നിനക്കതൊക്കെ ഇഷ്ടമാണല്ലോ. ഞാൻ പിന്നെ ഓർത്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാന്ന്. നീ വാടക കൊടുത്താ? വാടക കൊടുത്തോന്ന് ചോദിച്ചാ കൊടുത്തു, കൊടുത്തില്ലെന്ന് ചോദിച്ചാൽ കൊടുത്തില്ല. നീ കൊടുത്തു കഴിയുമ്പോ പറ, ഞാൻ വരാം. ഞാൻ വേറെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ആ കഥ ഞാൻ നീ വരുമ്പോ പറയാം. അതിന്റെ ഇടയ്ക്കൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാടാ, ഞാനും കമ്മിറ്റഡ് ആവാൻ പോവാട്ടോ. ഒരു മിനിറ്റ്. എന്താടാ? ഹലോ. അല്ല, കാക്ക വല്ല മരുന്ന് പറക്കുന്നുണ്ടോ നോക്കിയതാ. എന്നിട്ട് ഞാൻ കമ്മിറ്റഡ് ആവാൻ പോവാന്ന്. ഇതാ ഞാൻ പണ്ടോട്ട് നിന്നോട് പറഞ്ഞത്. നിനക്കറിയാലോ. അപ്പൊ എനിക്ക് ഇവിടെ ഒരു പെങ്കൊച്ചു വന്ന് ചേർന്ന്. അത് ഭാഗ്യ. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ആരെയും കണ്ടു നീ വരുന്നത്? ബിലാലിക്ക് ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എവിടെയൊക്കെ നോക്കി. പരിപാടികളൊക്കെ ആയിരിക്കും. കുറച്ച് വെള്ളം കുടിക്കണം. അതെ. അപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാല് മറ്റേ സംഭവം ഒന്ന് ചെയ്ത് നോക്കണ്ടേ? ഈ കുട്ടിനോട് അല്ല, അത് കുഴപ്പമില്ല. ആ കുട്ടി അഭിനയിക്കത്തൊന്നുമില്ല. മോൻ കണ്ട അറിയാൻ പാടില്ല. അഭിനയിക്കാൻ വേണ്ടി താല്പര്യമൊന്നുമില്ലല്ലോ. അല്ല, അഭിനയിക്കാൻ വേണ്ടി താല്പര്യം ഉള്ളവരെ നമുക്ക് കണ്ടറിയാൻ പറ്റുമല്ലോ. അപ്പൊ എന്നെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കാനുള്ള ഒരു താല്പര്യം. ഈ കുട്ടിയുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നൂല. ആഗ്രഹം ഉണ്ടെങ്കിലോ ഇല്ല, ആഗ്രഹമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോ വന്നായിരുന്നു പരിചയപ്പെടാൻ. എന്നെ പരിചയപ്പെടാൻ ഇതിപ്പോ നമ്മളിവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ. പുതിയൊരാൾ വന്നല്ലേ നമുക്ക് സംസാരിക്കണ്ടേ? അങ്ങനെയൊക്കെയാണ് നമ്മള്. അല്ല, ജീവൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ? അല്ല, ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇല്ലേ സംസാരിക്കാം. എന്നാ നമുക്കങ്ങ് പോയാലോ? എന്നാ ശരിയെന്നാ. നിങ്ങൾ പോവാണോ? അല്ല, ഞങ്ങളങ്ങ് പോവാന്ന് വെച്ച്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പോയിട്ട് കുറെ കാര്യങ്ങളില്ലേടോ. കൊറേ വീഡിയോ എടുക്കാനുണ്ട്, റിഹേഴ്സലൊക്കെ എടുക്കാനുണ്ട്, കുറെ ഉണ്ട്. അങ്ങനെയൊക്കെ ജീവൻ ചേട്ടൻ ആകപ്പാടെ തിരക്കായി പോയി. പോയിട്ട് ഞങ്ങൾ പോയിട്ട് വരാം. ജീവൻ ചേട്ടൻ പെട്ടെന്ന് വരാം കേട്ടോ, വേറെ തോന്നരുത്. സാറൊന്ന് മാറ്റേണ്ട പരിപാടി കാണിച്ചേ. അത് എന്റെ പെണ്ണാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു. അത് എനിക്കാണെങ്കിൽ എന്റെ പെണ്ണിനോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും സാറേ. ഇല്ല, ഞാൻ പോണില്ല. ഞാനൊന്ന് അടുക്കള വരെ പോയപ്പോ കുട്ടിനെ കണ്ടപ്പോ സംസാരിക്കാതെന്നുള്ളൂ. അങ്ങനെയല്ലെന്ന്. എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രേമിക്കുന്ന പെണ്ണാണല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ എനിക്ക് അറിയാണ്ടൊക്കെ ദേഷ്യം വന്നു. എന്തിനു ദേഷ്യം തന്നെ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലൊന്നും. അല്ല ഫോട്ടോ, എനിക്ക് ഇത് വലിയ എക്സ്പീരിയൻസ് ഇല്ല സാർ, അതാണ് വിഷയം. അല്ല, ആ പെൺകുട്ടിനെ അറിയോ ഈ കാലം? പെൺകുട്ടിനെ അങ്ങനെ ഈ ഇഷ്ടമുള്ള കാര്യം പെൺകുട്ടിക്ക് അറിയോ? അത് ഞാൻ ഇങ്ങനെ അറിയിച്ചോണ്ടിരിക്കുന്നേ ഉള്ളത്. ഓഹോ. അല്ല, ആ പെൺകുട്ടി ഇന്ന് വന്നിട്ടില്ല. എത്ര വേഗം ഈ പ്രേമം പൊട്ടി മുളയ്ക്കുമോ? സാറ് ഇത്ര സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന സാറല്ലേ സാറൊന്ന് ഓർത്ത് നോക്കി. നമുക്കൊരു പ്രണയം തോന്നുന്ന നിസ്സാര സെക്കൻഡുകൾ മതി. അതൊരു കണക്ഷൻ, അങ്ങനെ തോന്നുന്ന ഒരു ഐറ്റം. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കങ്ങനെ തോന്നിപ്പോയെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതാണല്ലേ, നമ്മളൊന്ന് സിക്കായി വരണ്ടേ. ഇത് കണക്ഷൻ വരാനുള്ളൊരു ടൈം പഠിച്ചു വരണ്ടേത്. 1 മണിക്കൂർ എടുക്കുമോ? 1 മണിക്കൂറൊന്നും പോരാ സാറേ, 1-2 ആഴ്ച വേണ്ടി വരും. എത്ര നേരമായി വന്നിട്ട് 2 ദിവസം ആയുള്ളൂ. 2 ദിവസമോ? ഇന്നല്ലേ വന്നേ? ആര്? ഇന്നലെ. അങ്ങോട്ടെ, അതല്ലല്ലോ, മണിക്കൂറുകളിലല്ലോ കാര്യം. നമ്മൾ പക്ഷെ ഇതൊന്നും എടുത്തിയാടി പറയാൻ പാടില്ല സാറേ. സാറിന് അറിയാമല്ലോ, സാർ ഇത്ര സിനിമയിൽ ക്യാരക്ടർ പിടിച്ച് ചെയ്യുന്നതല്ലേ. സിനിമ 2 മണിക്കൂർ വരികയാണല്ലോ. പക്ഷെ ഇത് അങ്ങനെ അല്ലല്ലോ. നമുക്ക് ലൈഫ് ലോങ് വേണ്ട ആളല്ലേ സാറ്. ഇനി എങ്ങാനും സംസാരിക്കുവാണെങ്കിൽ
ഞാൻ നല്ലൊരു അഭിനേതാവാണ്, നല്ല കഴിവുണ്ട്. പിന്നെ ഭാവിയിൽ നല്ല ഭാവിയുള്ള ആളാണെന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഡീലാക്കി തരാം. പിന്നെ ലൈഫിന്റെ ഇത് ഞാൻ വേറെ ഇടപെടലൊന്നും ഉണ്ടാവില്ല. ഞാൻ പ്രോന്റെ കാര്യം മാത്രം സെറ്റ് ആക്കി തരാം. സാറ് ദൈവമാണ്. അതായത് ഈ കാര്യത്തിലും സിനിമയുടെ കാര്യത്തിലും സാറിന്റെ ദൈവമാണ്. ഓക്കെ, ഞാൻ നോക്കാം. കൂടെ ഉണ്ടാവും. ഉണ്ടാവേ. ആ ഞാൻ റൂമിലേക്ക് പോണേ. ആന്റി, എന്താ ആ വന്നവന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റൂല്ലോ. ആരെ? ആ പുതിയതായിട്ട് വന്നില്ലേ ജീവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റൂല്ലോ. എന്ത് കാര്യത്തിന്? ആന്റി, അവൻ ശരിയല്ല. എന്താ നീ ഇപ്പൊ അങ്ങനെ ഒരു പറച്ചില്? എന്റെ ആന്റി ഒന്ന് ബോധത്തോടു കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അവൻ അടിമുടി കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ആന്റിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നിന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി? ആ മോശമായിട്ട് പെരുമാറി. എന്ത് പെരുമാറിയെന്ന്? അത് പറഞ്ഞാൽ ഇപ്പൊ ആന്റി അവന് ഇവിടുന്ന് പുറത്തു വിടുള്ളൂ. എന്നെ ആന്റിക്ക് വിശ്വാസമില്ല. ഞാൻ പറയണതൊന്നും കാര്യമില്ല. മോളെ ഞാനിപ്പോ എങ്ങനെ പറഞ്ഞു വിടാനാ? ഒരാഴ്ച നിക്കണോന്ന് പറഞ്ഞു, ഒരാഴ്ചത്തെ അഡ്വാൻസ് പൈസയും തന്നപ്പോ ഞാൻ എന്തും പറഞ്ഞു വിടേണ്ടത്. എന്റെ ആന്റി ഈ പൈസ ഒക്കെ മേടിക്കുമ്പോ ആന്റിക്ക് എന്നോടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തൂടെ? ഈ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ റൂം കൊടുത്തിട്ടാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തി പോകുന്നത്. അപ്പൊ പിന്നെ ഞാൻ അതിനകത്ത് നിന്നോട് എന്തിനാ ആലോചിക്കുന്നേ? ഓഹോ, അങ്ങനെയാണല്ലേ. ആന്റിക്ക് ഇപ്പൊ പൈസ എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? എന്നോട് ഒരു സ്നേഹവും ഇല്ല അല്ലേ? കുഞ്ഞ് നീ എന്തോ പറയുന്നത്? ഇപ്പൊ എന്തോ ഉണ്ടായി? അല്ല, എന്നാ ഞാൻ ഇവിടുന്ന് പോവാം. അപ്പൊ ആന്റിക്ക് ഓക്കെ ആണോ? എന്റെ നിത്യമോളെ, നീ എന്നെ വട്ട് പിടിപ്പിക്കാത്ത കാര്യം പറ. ശരി, ഇമാതിരി ഉടായ്പ കേസ് കിട്ടുള്ളൂ. ഇനി ഈ വീട്ടിൽ കേട്ടെടുത്ത് ഞാൻ തരാം. ആന്റിക്ക് എത്ര പൈസ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരാം. എന്റെ സാലറിയും തരാം. അത് മതിയോ? ഈ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? ശരി, ഇപ്പൊ പൈസ മേടിച്ചതല്ലേ ആന്റിക്ക് കുഴപ്പമുള്ളൂ? ആ പൈസ മേടിച്ചു പോയി, എങ്ങനെ പറഞ്ഞു വിടുന്നത്? ഒരാഴ്ച കഴിയട്ടെ, അവര് പൊക്കോളും. അതെ, എന്റെ ഉടായ്പ കുരുട്ട് ബുദ്ധി വെച്ചിട്ടേ അവന് ഇവിടുന്ന് എങ്ങനെ പറഞ്ഞുവിടാന്ന് എനിക്കറിയാം. ഈ നിത്യക്കറിയാം. ഓക്കെ, അല്ല നീ എന്തെങ്കിലും ചെയ്യപ്പോ. അത് മതി മുത്ത്. ഈ പെണ്ണിന് അങ്ങനെ ഇരിക്കുമ്പോ ഓരോ ഭ്രാന്ത. എല്ലാം സെറ്റല്ലേ? ഇന്ന് രാത്രി തന്നെ പോണം, മനസ്സിലായോ? വണ്ടിയൊക്കെ എപ്പോഴാ സെറ്റാക്കണ? ഒരു 2:30-3 മണിക്ക് നമ്മൾ നടക്കുമല്ലതും. ഓ, ഒന്ന് വേഗം എല്ലാം ചെയ്യട്ടോ. അപ്പൊ ശരി, ഒക്കെ എല്ലാം പറഞ്ഞ പോലെ. ശരി. വലിയ പരിപാടിയാണ്. മകളുടെ പ്രായമല്ലടാ ആ കൊച്ചിന്. ആ കൊച്ചിന് മുന്നിലാണോ ഒളിഞ്ഞു നോക്കുന്നത്? നീ എന്നത് കണ്ടിട്ടാ? പിന്നെ നിങ്ങൾ എന്നാ കാണാൻ ഏറ്റവും ഒളിഞ്ഞു നോക്കിയത്? തോന്നിയ ദിവസം പറയരുത്. ഞാനൊരു വിശ്വാസിയാണ്. നിങ്ങളോടുള്ള സകല വിശ്വാസം എനിക്ക് പോയി. മകളുടെ പ്രായമല്ലോ. ആ കൊച്ചിന്റെ മുറിയിലാണോ കയറി ഒളിഞ്ഞു നോക്കുന്നത്? എന്ത് വൃത്തികെട്ട മനുഷ്യനാണോ നിങ്ങൾ? പ്രായത്തിൽ ഞാൻ ഒളിഞ്ഞു നോക്കിയതായിരുന്നു. ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വികാരങ്ങളൊക്കെ കേട്ടാ. എന്നാ വികാരം മനസ്സിലായി? നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഇവിടെ പാതിരാത്രിക്ക് ഒരു ബഹളം? എന്റെ പൊന്നാൻറ്റി, ആ കൊച്ചിന്റെ മുറിയിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ, ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ആ പാവം പെങ്കൊച്ച്. ഇത് എനിക്കാണെങ്കിൽ എന്റെ ജീവൻ നിനക്ക് എന്നാ? എന്റെ ഇച്ചായൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ആഹാ, ഞാൻ എന്താ പോട്ടറായ? ഞാൻ കണ്ണുപൊട്ടണമെന്നല്ല, ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇച്ചാൻ വെറുതെ ഇവിടെ എങ്ങാനും വന്നതായിരിക്കും. അതെന്താ? അല്ലാതെ വലിയ പെണ്ണുങ്ങളുടെ മുറി ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേർക്ക് നോക്കാൻ ഞാനില്ലേ? മടുത്തിട്ടുണ്ടോ അങ്ങേര്? പിന്നെ പുള്ളി എടുത്തോ. അവന് ഭ്രാന്താണ്. ഞാൻ കണ്ട എനിക്കിതൊന്നും വെച്ച് നിന്റെ കാര്യം നോക്കിപ്പോ ഇച്ചാനും കൂടി നടന്നേ. വെറുതെ ആവശ്യമില്ല ഓരോ തോന്നല. ഇവൻ ആദ്യം ചവിട്ടി ചെറുക്കൻ എല്ലാം ഭ്രാന്താ.